ഹലോ ഗൈസ്, അപ്പോൾ ആദിശ്രീ ബ്ലോഗ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ്സ് 3 ആഴ്ച മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രേണുസുതിയെക്കുറിച്ച്. അപ്പോൾ അത് റിയാക്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്ന കപ്പിൾസ്, മിനി സ്ക്രീൻസിലൊക്കെ ആക്റ്റീവായിട്ടുള്ള കപ്പിൾസാണ്. അപ്പോൾ അവർ 3 ആഴ്ച മുമ്പ് രേണുസുതിയെക്കുറിച്ച് ഒരു ഡിബേറ്റ് പോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ചേച്ചിയാണോ അത് എൻ്റെ ഇളയതാണോ എന്നറിയില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. കാരണം ആ കുട്ടി തന്നെ ആലോചിക്കേണ്ട ഒരു കേസെന്ന് വെച്ചാൽ, അവർ ടിക്ടോക്കിലൊക്കെ നിന്ന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് 1 വർഷം മുമ്പുള്ള രേണുവല്ല ഇപ്പം 1 വർഷം മുമ്പുള്ള രേണു. അപ്പോൾ ഒന്ന് ആലോചിക്കുക എന്നുള്ള കാര്യമുള്ളൂ. അത് ആ ചേട്ടൻ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 1 വർഷം മുമ്പ് അവർ ആ സുധിച്ചേട്ടൻ മരിച്ചൊരു ദുഃഖത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രേണുസുതി ആയിരിക്കില്ല 1 വർഷം കഴിയുമ്പോൾ. അവരുടെ പൊസിഷനേ മാറിയിരിക്കുകയാണ്. അവരിപ്പം അത്യാവശ്യം ആൽബത്തിലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവരങ്ങനെ അയ്യോ ചേട്ടൻ പോയി എന്നുള്ള ദുഃഖത്തിരിക്കുമ്പോൾ ഇപ്പോഴും ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അയ്യോ എനിക്ക് സുധിച്ചേട്ടൻ പോയതിൻ്റെ ദുഃഖമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. അത് അവർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട സ്ത്രീകളെ തന്നെയാണ്. എന്നിട്ട് സ്ത്രീകളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി തന്നെ മനസ്സിലാക്കേണ്ട, ആ കുട്ടി ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇതുവരെ എത്തിയത്. അന്ന് സംസാരിച്ചിരുന്ന പോലെ അല്ലല്ലോ ആ കുട്ടി ഇപ്പോഴും സംസാരിക്കുന്നത്. അവരെ ജീവിതശൈലി മാറിയപ്പോൾ അവർ സംസാര രീതിയെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ ചേട്ടൻ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ഓരോ കാര്യം ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പോലും ആ കുട്ടി മനസ്സിലാക്കുന്നില്ല. പെർഫ്യൂമിൻ്റെ കാര്യം പറയുന്നത്, അതും രേണുസുതി കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് ബോഡി സ്പ്രേ അല്ല, അത് അടിച്ചുകൊണ്ട് നടക്കുക. അത് സുധി ചേട്ടൻ്റെ ഓർമ്മയാണത്. അത് അടിച്ച് കളഞ്ഞ് തീർക്കാനുള്ള ഒരു പെർഫ്യൂമല്ല. അത് ആ കുട്ടി മനസ്സിലാക്കുന്നില്ല. അത് ഒരുപാട് തവണ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് രേണുസുതിയുടെ അടുത്ത് ചോദിച്ചതുകൊണ്ടാണ് രേണുസുതി അങ്ങനെ ഒരു റിയാക്ട് ചെയ്തത്. ഇപ്പോൾ സാധാരണക്കാരായ നമ്മൾ പോലും ചിലപ്പോൾ അങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് അല്ലേ. സോഷ്യൽ മീഡിയ താഴ്ത്തട്ടിൽ നിന്ന് മേൽത്തട്ടിലോട്ട് വന്ന ആൾക്കാർ പോലും ഇങ്ങനെയുള്ള ചിന്താഗതിയും കൊണ്ട് നടക്കുകയാണെങ്കിൽ അപ്പോൾ സാധാരണക്കാരെ ജനങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുട്ടിയൊക്കെ ടിക്ടോക്ക് വീഡിയോ മുതൽ ആ ടൈമിലൊക്കെ എനിക്ക് തോന്നണം ഈ കപ്പിൾസായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ കയറി വന്നാണ് ഇപ്പം മിനി സ്ക്രീൻ വരെ എത്തിയത്. അപ്പം ആ കുട്ടി അന്ന് ടിക്ടോക്കിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡോ ജീവിതശൈലി ഒന്നുമല്ല ഇപ്പോൾ. അപ്പോൾ ആ കുട്ടി ഇന്ന് രേണുസുതി എത്രയും ഇതായിട്ട് പറയുന്നുണ്ട്. എനിക്കതിനോട് യോജിക്കുന്നില്ല. അവരതിൽ പറയുന്നുണ്ട് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾ യോജിക്കും. ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ആ ചേട്ടൻ സംസാരിക്കുന്നതിനോടാണ് യോജിക്കുന്നത്.